നമസ്കാരം. നമുക്കിന്ന് ചന്ദ്രനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. ചന്ദ്രൻ എന്നത് ഒരു 2.25 ദിവസവും രാശി മാറുന്ന ഗ്രഹമാണ്. അതായത് നമ്മുടെ ജാതകത്തിൽ ചന്ദ്രൻ ഏത് രാശിയിലിരിക്കുന്നു, ഏത് നക്ഷത്രത്തിലിരിക്കുന്നു എന്നത് നമുക്ക് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമ്മൾ എവിടെയൊക്കെ യാത്ര ചെയ്ത് നമ്മുടെ കർമ്മങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട് എന്നതുകൂടി കാണിക്കുന്ന ഗ്രഹമാണ് ചന്ദ്രൻ. അതായത് ചന്ദ്രൻ നിങ്ങളുടേത് ഏത് രാശിയിലിരിക്കുന്നു എന്നതിനനുസരിച്ചിട്ട് നിങ്ങളുടെ സ്വഭാവ സവിശേഷതകളും രൂപപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ പൊതുവെ കേൾക്കാറുണ്ട്, മേടം രാശിയിൽ ജനിച്ചവരുടെ സ്വഭാവം, അല്ലെങ്കിൽ മേടം രാശിയിൽ തന്നെ ഭരണി നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ സ്വഭാവം, അതുപോലെ മകരം രാശിയിൽ ജനിച്ച ആളുടെ സ്വഭാവം, അതുപോലെ ഓരോ നക്ഷത്രങ്ങളിൽ ജനിച്ച ആൾക്കാരുടെ. അപ്പോൾ ഓരോ നക്ഷത്രങ്ങളിൽ ജനിച്ച ആൾക്കാർ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ചന്ദ്രൻ നിങ്ങൾ ജനിച്ച സമയത്ത് ഏത് നക്ഷത്രത്തിലായിരുന്നു എന്നാണ്. അതായത് ചന്ദ്രന് വലിയ പ്രാധാന്യമാണ്. മനസ്സിൻ്റെ കാരകഗ്രഹമായിട്ടാണ് കാണുന്നത്. നമ്മുടെ ആ ഒരു ചിന്തകൾ എങ്ങനെയായിരിക്കും, നമ്മുടെ മനസ്സ് എവിടേക്കാണ് പോകുന്നത്, എവിടെയാണ് മനസ്സിൻ്റെ അട്രാക്ഷൻ എന്നത് കൂടിയാണ് ചന്ദ്രൻ കാണിക്കുന്നത്. പക്ഷേ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ചന്ദ്രൻ യാത്രകളുടെ കൂടി കാരകഗ്രഹമാണെന്ന് പറയാം. ചന്ദ്രൻ നാച്ചുറൽ സോഡിയാക്കിലെ 4-ാം ഭാവത്തിൻ്റെ അധിപനാണ്. വീട്, വാഹനം, പ്രോപ്പർട്ടി, അതുപോലെ അതായത് അമ്മയെ സൂചിപ്പിക്കുന്ന, മനസ്സമാധാനത്തെ സൂചിപ്പിക്കുന്ന ഒക്കെ കാര്യങ്ങളുടെ കാരകഗ്രഹമാണ്. അപ്പോൾ നമ്മുടെ ജാതകത്തിൽ ചന്ദ്രൻ മകരവുമായിട്ടും 10-ാം ഭാവവുമായിട്ടും അതുപോലെ 7-ാം ഭാവവുമായിട്ടും ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ അത് കർമ്മസ്ഥാനത്തെ, ബിസിനസ്സിനെ ഒക്കെ സ്വാധീനിക്കുന്നുണ്ട്. 7-ാം ഭാവവുമായിട്ട് ചന്ദ്രന് ബന്ധം വന്നാൽ, അതായത് നിങ്ങളുടെ 7-ാം ഭാവത്തിലാണ് ചന്ദ്രൻ ഇരിക്കുന്നതെങ്കിൽ, അതല്ലെങ്കിൽ ചന്ദ്രൻ്റെ ദൃഷ്ടിയായാലും, ലഗ്നത്തിലിരുന്ന ചന്ദ്രൻ 7-ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുമ്പോഴും ഒക്കെ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടുള്ള ബന്ധത്തെ അത് സൂചിപ്പിക്കുന്നു. പലപ്പോഴും 7-ാം ഭാവത്തിൽ ചന്ദ്രൻ ഉണ്ടാകുമ്പോൾ അതൊരു വളരെ നല്ല ഒരു മാരീഡ് ലൈഫിനെ തരാനുള്ള സാധ്യത കുറവാണ്. തീർച്ചയായിട്ടും ജാതകത്തിലെ മറ്റു ഗ്രഹങ്ങളുടെ പൊസിഷൻ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ചന്ദ്രൻ നിങ്ങളുടെ 3-ാം ഭാവത്തിലാണെങ്കിൽ, 7-ാം ഭാവത്തിലാണെങ്കിൽ, 10-ാം ഭാവത്തിലാണെങ്കിൽ, അതുകൂടാതെ 11-ാം ഭാവത്തിലാണെങ്കിൽ പോലും നിങ്ങൾ തുടർച്ചയായി യാത്ര ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കർമ്മരംഗത്ത് നല്ല വ്യത്യാസം വരുന്നതായിട്ട് കാണാം. പലപ്പോഴും ആൾക്കാരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് അവരുടെ 4-ാം ഭാവം വളരെ നല്ലതായിട്ട് വരുമ്പോൾ, അതായത് 4-ാം ഭാവത്തിൽ ശുഭഗ്രഹങ്ങളിരിക്കുമ്പോൾ, ഉച്ചത്തിലായിട്ടുള്ള വ്യാഴം ജാതകത്തിലുണ്ടെങ്കിൽ, അതുപോലെ കർക്കിടകത്തിൽ 4-ാം ഭാവത്തിൽ ഒക്കെ ശുഭഗ്രഹങ്ങളുടെ സ്വാധീനം, പിന്നെ അങ്ങനെയുള്ള ദശാകാലങ്ങൾ കൂടിയാണെങ്കിൽ, അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ആ ഒരു കംഫർട്ട് സോൺ വിട്ടിട്ട് പോകാൻ മടിയായിരിക്കും. അതുപോലെ വിദേശത്തു നിന്നൊക്കെ ഓപ്പർച്യൂണിറ്റി വന്നാലും അവർക്ക് പോകണ്ട, അവർക്ക് അവരുടെ ആ ഒരു പ്രയത്നത്തിൻ്റെ അളവ് കൂട്ടാനോ വിപരീത സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ സംഘർഷങ്ങളിൽ പോയിട്ട് ജോലി ചെയ്യാനോ ഒന്നും താല്പര്യമുണ്ടാകില്ല. പലപ്പോഴും ഇങ്ങനെയുള്ള ആൾക്കാർ, ചെറുപ്പക്കാരൊക്കെ ആണെങ്കിൽ, അങ്ങനെയുള്ള ഈ 4-ാം ഭാവത്തിൽ ശുഭഗ്രഹം ഇരിക്കുന്നുണ്ടെങ്കിൽ അത്തരം ഗ്രഹങ്ങളുടെ ദശാകാലത്തിലും 4-ാം ഭാവാധിപൻ്റെ ദശാകാലങ്ങൾ, പ്രത്യേകിച്ച് വളരെ കംഫർട്ടബിളായിട്ടിരിക്കുന്ന 4-ാം ഭാവാധിപൻ, അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ഇവർക്ക് ജോലി ഇല്ലെങ്കിൽ പോലും, വിദേശത്തു നിന്ന് അവസരം വന്നാൽ പോലും അവർ പോകാൻ കൂട്ടാക്കില്ല. അപ്പോൾ വീട്ടുകാർ പറയുന്നതായിട്ട് കേൾക്കാം, അവന് താല്പര്യമില്ല, അവന് വിദേശത്ത് പോകണ്ട, ഇവിടെ എന്തെങ്കിലും പരീക്ഷ എഴുതി പാസ്സാവാനാണ് അവൻ നോക്കുന്നത്. പക്ഷേ ഇവിടെ പരീക്ഷ എഴുതി പാസ്സാവുക എന്ന് പറയുമ്പോഴും അത്ര അധ്വാനവും ആ ഒരു ഇഫേർട്ടും അദ്ദേഹം കൊടുക്കുന്നുണ്ടാവില്ല. കാരണം ആ ഒരു റിലാക്സ് മോഡിലേക്ക് പോകാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ് ചന്ദ്രൻ, അതുകൂടാതെ നമ്മുടെ 4-ാം ഭാവാധിപൻ എന്നത്. അതുകൊണ്ട് തന്നെ എടുത്തു പറയാനുള്ളത്, നിങ്ങളുടെ ജാതകത്തിൽ ചന്ദ്രന് നിങ്ങളുടെ പ്രൊഫഷനുമായിട്ട് വലിയ ബന്ധമുണ്ട്. 4-ാം ഭാവത്തിൻ്റെ ഓപ്പോസിറ്റാണ് മകരം എന്ന രാശിയുള്ളത്. കർക്കിടകത്തിൻ്റെ ഓപ്പോസിറ്റാണ് മകരം എന്ന രാശിയുള്ളത്. അതുപോലെ വ്യാഴം ഉച്ചത്തിലാവുന്നതും കർക്കിടകത്തിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കംഫർട്ട് സോൺ വിട്ട് കഴിഞ്ഞാലേ ചിലപ്പോഴൊക്കെ നമ്മുടെ പ്രൊഫഷൻ നല്ലതാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ 10-ാം ഭാവാധിപൻ ചന്ദ്രനായിട്ട് അത് 3-ാം ഭാവത്തിലിരിക്കുമ്പോൾ, 10-ാം ഭാവാധിപൻ ചന്ദ്രനായിട്ട് അത് 7-ാം ഭാവത്തിൽ, 11-ാം ഭാവത്തിൽ ഒക്കെ ഇരിക്കുമ്പോൾ, അതായത് 10-ാം ഭാവാധിപൻ ചന്ദ്രൻ 4-ാം ഭാവത്തിലിരിക്കുമ്പോൾ, തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾ കുറച്ചുകൂടി ഫ്ലക്ച്വേറ്റ് ആകേണ്ടതാണ്. പ്രത്യേകിച്ച് 10-ാം ഭാവാധിപൻ ചന്ദ്രനായിട്ട് വരുന്നത് തുലാം രാശിക്കാർക്കും തുലാം ലഗ്നക്കാർക്കുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ അർത്ഥം എന്നത് നിങ്ങൾ കുറച്ചുകൂടി യാത്ര ചെയ്യാൻ സമയം കണ്ടെത്തണം എന്നാണ്. ചന്ദ്രൻ എപ്പോഴും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഗ്രഹമാണ്, വളരെ വേഗതയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഗ്രഹമാണ് ചന്ദ്രൻ. അപ്പോൾ ആ ചന്ദ്രൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ അനങ്ങാതെ ഒരു സ്ഥലത്തിരുന്നാൽ അത് ശരിയാവില്ല.
അപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ ജാതകത്തിലെ മറ്റു കോമ്പിനേഷൻസ് കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ വീടിനടുത്തൊരു ഗവൺമെൻറ് ജോലിയാണെന്ന് വിചാരിക്കാം. നിങ്ങളുടെ നാട്ടിൽ തന്നെ ഒരു കച്ചവടം, ഒരു ബിസിനസ് നിങ്ങൾ ചെയ്യുകയാണ്. നിങ്ങൾക്ക് മറ്റെങ്ങോട്ടും പോകാൻ താല്പര്യമില്ല, അതിൻ്റെ ആവശ്യം വരുന്നില്ല എന്ന് വിചാരിക്കുക. എന്നാലും നിങ്ങളുടെ കർമ്മക്ഷേത്രത്തിൽ പുരോഗതി വേണം എന്നുണ്ടെങ്കിൽ, അതുകൂടാതെ ഇനി എത്ര തന്നെ നിങ്ങൾ വളരെ കംഫർട്ടബിളായിട്ട് വളരെ നല്ല രീതിയിൽ നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ ജോലി കൊണ്ടുപോകുന്നുണ്ട് എന്ന് പറഞ്ഞാലും അവിടെ ഒരു മനസ്സമാധാനം ഇല്ലാത്തൊരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ പലപ്പോഴും കാര്യങ്ങൾ നിങ്ങൾ വിചാരിച്ചതുപോലെ നടക്കുന്നില്ല, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറക്കക്കുറവ്, മാനസികമായിട്ടുള്ള അശാന്തി, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അതിനുള്ള ഒരു പരിഹാരം എന്നത് യാത്ര ചെയ്യുക എന്ന് തന്നെയാണ്. അപ്പോൾ ചന്ദ്രൻ 3-ാം ഭാവത്തിലൊക്കെ ഉണ്ടാകുമ്പോൾ, 10-ാം ഭാവാധിപനായിട്ടുള്ള ചന്ദ്രൻ 3-ാം ഭാവത്തിലും 7-ാം ഭാവത്തിലും 9-ാം ഭാവത്തിലായാലും 10ഉം 11ഉം ഭാവങ്ങളിലായാലും തീർച്ചയായിട്ടും യാത്രകൾ ചെയ്യുക എന്ന് തന്നെയാണ്. അപ്പോൾ ഇവിടെ 7-ാം ഭാവമാകുമ്പോൾ, 10-ാം ഭാവാധിപനായിട്ടുള്ള ചന്ദ്രൻ 7-ാം ഭാവത്തിലാകുമ്പോൾ കുറച്ചുകൂടി ദീർഘദൂരം യാത്ര ചെയ്യണം. 9-ാം ഭാവത്തിലും അത് തന്നെ കുറച്ചുകൂടി ദൂരെ ഉള്ള യാത്രകൾ ഇടയ്ക്ക് നമ്മൾ ചെയ്യേണ്ടതാണ്. ഇടയ്ക്ക് അതിനായി സമയം കണ്ടെത്തേണ്ടതാണ്. 3-ാം ഭാവത്തിലാണ് ചന്ദ്രനെങ്കിൽ തീർച്ചയായിട്ടും ചെറിയ യാത്രകളായാലും മതി. പറഞ്ഞു വരുന്നത്, നിങ്ങൾ ഏത് രാശിയിൽ ജനിച്ചാലും ഏത് ലഗ്നത്തിൽ ജനിച്ചാലും നിങ്ങളുടെ ചന്ദ്രൻ്റെ ആ ഒരു ഗുണം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി സഞ്ചരിക്കേണ്ടതുണ്ട്. അത് നമുക്ക് എത്ര സമയമില്ല എന്ന് പറഞ്ഞാലും, നമുക്ക് മറ്റ് ബാധ്യതകളുണ്ടെന്ന് പറഞ്ഞാലും, നിങ്ങളുടെ ചന്ദ്രനെ ഒന്ന് ഫിക്സ് ചെയ്യണമെങ്കിൽ, ചിലപ്പോൾ നിങ്ങളുടെ ചന്ദ്രൻ പാപഗ്രഹങ്ങളുടെ കൂടെ ആയിരിക്കാം. ഒരുപക്ഷെ നിങ്ങളുടെ 10-ാം ഭാവത്തിൽ ചന്ദ്രനോടൊപ്പം ചൊവ്വ കൂടിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ ഒരു അഭിപ്രായത്തിൽ എത്തിച്ചേരാൻ പറ്റാത്ത അവസ്ഥ ഒക്കെ ഈ ചൊവ്വ കാരണം കൊണ്ടു തന്നു എന്ന് വരാം. സൂര്യനും ചൊവ്വയും ചന്ദ്രനും ഒക്കെ ഇരിക്കുകയാണ് 10-ാം ഭാവത്തിൽ, അല്ലെങ്കിൽ 9-ാം ഭാവത്തിൽ ചൊവ്വയുടെയും സൂര്യൻ്റെയും ഒക്കെ യുതിയുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് വർക്ക് പ്ലേസിലൊരു ആർഗ്യുമെൻ്റ് അല്ലെങ്കിൽ മേലധികാരിയുമായിട്ട് അഭിപ്രായ വ്യത്യാസമൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും ചന്ദ്രൻ എന്ന ഗ്രഹത്തെ മെച്ചപ്പെടുത്താനായിട്ട് നമ്മൾ യാത്രകൾ ചെയ്യുക തന്നെ വേണം. ചന്ദ്രന് വ്യാഴവുമായിട്ട് ധനുവുമായിട്ട് ഒക്കെ ബന്ധം വരുമ്പോൾ, ദൃഷ്ടി സംബന്ധമോ, അതുകൂടാതെ വ്യാഴത്തിൻ്റെ രാശികളിലിരിക്കുമ്പോഴോ, അതുപോലെ നിങ്ങളുടെ തന്നെ 9-ാം ഭാവത്തിലിരിക്കുമ്പോഴോ, 9-ാം ഭാവാധിപൻ്റെ കൂടെ ചന്ദ്രൻ ഇരിക്കുമ്പോഴും ഒക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അമ്പല സന്ദർശനങ്ങൾ, തീർത്ഥാടനം ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ബെനിഫിറ്റ് എന്നത് പ്രത്യേകം നിങ്ങൾ അനുഭവിച്ചറിയേണ്ടതാണ്. അതുപോലെ ഇവിടെ നിങ്ങൾ തുലാം രാശിക്കാരാണ്, തുലാം ലഗ്നക്കാരാണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ ചന്ദ്രൻ നന്നാക്കണമെങ്കിലും ഈ ഒരു തുലാം രാശി എന്ന് പറയുമ്പോൾ അവിടെ ചന്ദ്രൻ നിങ്ങൾ ജനിച്ച സമയത്ത് തുലാം രാശിയിലിരിക്കുകയാണ്. ചിത്ര, ചോതി, വിശാഖം നക്ഷത്രങ്ങളിൽ തുലാം രാശിയിൽ. അപ്പോൾ അവിടെ ഇരിക്കുകയാണെങ്കിൽ പോലും നിങ്ങളുടെ വ്യക്തിബന്ധങ്ങൾ ജീവിത പങ്കാളിയോട് മാത്രമുള്ളതല്ല, വ്യക്തിബന്ധങ്ങളായാലും ബിസിനസ് പാർട്ട്ണറുമായിട്ടുള്ള ബന്ധങ്ങളായാലും ഉള്ള ആ ഒരു ഏരിയ ഇമ്പ്രൂവ് ചെയ്യുന്നതിനും നിങ്ങൾ യാത്ര ചെയ്യേണ്ടതാണ്. അതായത് നമ്മൾ നമ്മുടെ ഒരു തിരക്കേറിയ ജീവിതത്തിൽ നിന്ന് ഇതിനായി സമയം കണ്ടെത്തേണ്ടതാണ്. ചന്ദ്രനുള്ള മറ്റു പരിഹാരം എന്നത് ധാരാളം വെള്ളം കുടിക്കുക എന്ന് തന്നെയാണ്. ചന്ദ്രൻ്റെ കർമ്മങ്ങൾ എന്നത് എപ്പോഴും, അതായത് ഓരോ ഗ്രഹത്തിനും ഓരോ കർമ്മങ്ങളുണ്ട്. ചൊവ്വയുടേതായിട്ടുള്ള കർമ്മങ്ങൾ, ചൊവ്വ ഏത് നക്ഷത്രത്തിൽ ഏത് രാശിയിലിരിക്കുന്നു, ചൊവ്വയുടെ കൂടെ ആരിയ്ക്കുന്നു, ചൊവ്വയുടെ ദൃഷ്ടി എവിടേക്കാണ്, ചൊവ്വയ്ക്ക് മേലെ ഏതൊക്കെ ഗ്രഹങ്ങളുടെ ദൃഷ്ടിയുണ്ട് എന്നതൊക്കെ മൊത്തത്തിൽ ചൊവ്വയുടെ കർമ്മങ്ങളെപ്പറ്റി പറഞ്ഞു തരും. അതുപോലെ തന്നെയാണ് ഓരോ ഗ്രഹങ്ങളുടെയും കർമ്മം. പക്ഷെ ചന്ദ്രൻ്റെ കർമ്മം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നമ്മളെപ്പോഴും ജ്യോതിഷ ചാനലുകളായാലും നിങ്ങൾക്ക് ന്യൂസ് പേപ്പറിലൊക്കെ വായിക്കാനായാലും കിട്ടുന്നത് രാശി ഫലമാണ്. നിങ്ങൾ ഏത് രാശിയിൽ ജനിച്ചു എന്നതിൻ്റെ ആ ഒരു ഫലമാണ്. കാരണം ആ മനസ്സ് പ്രധാനപ്പെട്ടതാണ്. മനസ്സിൻ്റെ ആഗ്രഹമാണ് പലപ്പോഴും നമ്മൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്, നമ്മൾ പരിശ്രമിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ലഗ്നമാണ് നമുക്ക് എന്ത് ലഭിക്കുമെന്ന് പറയുന്നത്. പക്ഷെ എന്നാലും മനസ്സിനൊരാഗ്രഹമുണ്ട്, എനിക്ക് പഠിച്ച് അധ്യാപികയാവണം, അത് മനസ്സിൻ്റെ ആഗ്രഹമാണ്. എനിക്ക് ഇന്ന് ആഹാരം കഴിക്കാൻ ആഗ്രഹമുണ്ട്, ഇതൊക്കെ വരുന്നത് മനസ്സിൽ നിന്നാണ്. അപ്പോൾ പലപ്പോഴും മനസ്സിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പോൾ നമുക്ക് വിഷമം വരാറുമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ചന്ദ്രന് ജ്യോതിഷത്തിൽ വലിയ പ്രാധാന്യമുള്ളത്. പക്ഷേ ചന്ദ്രനും ആ ഒരു എനർജി എടുക്കുന്നത് സൂര്യനിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും പ്രാധാന്യം സൂര്യന് കൊടുക്കുന്നത്, അതിനുശേഷമാണ് ചന്ദ്രൻ എന്നത്. അപ്പോൾ ചന്ദ്രൻ്റെ കാര്യം വരുമ്പോൾ നമ്മുടെ ജാതകത്തിൽ ചന്ദ്രൻ ഏതെങ്കിലും തരത്തിൽ ദൂഷ്യഫലങ്ങൾ തരുന്നുണ്ടെങ്കിൽ അതിനെ നിയന്ത്രിക്കാനുള്ള ഏറ്റവും ഫലവത്തായിട്ടുള്ള പരിഹാരം എന്നത് നമ്മുടെ ആഹാരശീലങ്ങൾ നിയന്ത്രിക്കുക എന്ന് തന്നെയാണ്.
അത് കുറച്ച് വിഷമമുള്ള കാര്യമാണ്. ചന്ദ്രനാണ് പലപ്പോഴും നമ്മുടെ ഒരു ഐഡൻറ്റിറ്റിയെ കാണിക്കുന്നതും. അപ്പോൾ നമ്മൾ എവിടെയും വായിക്കാനും നമുക്ക് കാണാനും ഒക്കെ കിട്ടുന്നത് ഇന്ന നക്ഷത്രക്കാരുടെ സ്വഭാവം, അതുപോലെ ഇന്ന രാശിക്കാരുടെ സ്വഭാവം എന്ന് പറഞ്ഞിട്ടാണ്. കാരണം ആ ചന്ദ്രൻ എവിടെ ഇരിക്കുന്നു എന്നതിന് പ്രത്യേകതയുണ്ട്. അതാണ് ആ ജനറലായിട്ട് എല്ലാവർക്കും പറയാൻ കഴിയുന്നതും. അതിൽ മറ്റു ഗ്രഹങ്ങളുടെ ആ ചന്ദ്രനിലേക്ക് മറ്റു ഗ്രഹങ്ങളുടെ സ്വാധീനം വരുമ്പോഴാണ് ആ ഒരു പെർട്ടിക്കുലർ വ്യക്തിക്ക് സ്വഭാവത്തിൽ വ്യത്യാസം വരുന്നത്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത് ചന്ദ്രൻ മനസ്സിൻ്റെ കാരകഗ്രഹമാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ മനസ്സിൻ്റെ കാരകഗ്രഹം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിനെ ആരൊക്കെ സ്വാധീനിക്കുന്നു എന്നത് പ്രത്യേകം നിരീക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ജ്യോതിഷ വിദ്യാർത്ഥികളാണെങ്കിൽ, ജ്യോതിഷം പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, ഇതിൽ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ, അതുകൂടാതെ ആധ്യാത്മിക കാര്യങ്ങൾ അറിയണം, അതിനു വേണ്ടിയിട്ട് ജ്യോതിഷം പഠിക്കുന്നവരാണെങ്കിൽ, കാരണം ആ ഒരു മാർഗത്തിലേക്ക് നമ്മൾ തിരിയുമ്പോഴും ആധ്യാത്മിക വശമാണ് ജ്യോതിഷവും പ്രധാനമായിട്ട് പറയുന്നത്. ബാക്കിയെല്ലാം അതിൻ്റെ പിന്നീടുള്ള ഘടകങ്ങളാണ്. നമുക്ക് എപ്പോൾ ജോലി കിട്ടും, എപ്പോൾ ഇന്ന കാര്യങ്ങൾ നടക്കുമെന്നെല്ലാം മറ്റ് പിന്നീടുള്ള കാര്യങ്ങളാണ്. ആത്യന്തികമായിട്ടും ഈ എന്താണ് ഈ ആത്മാവ് ആഗ്രഹിക്കുന്നത്? ഇപ്പോൾ സൂര്യൻ ആത്മകാരകൻ എന്ന് പറഞ്ഞതുപോലെ ചന്ദ്രന് വലിയ പ്രാധാന്യമാണ്. നമ്മുടെ ആ ഒരു എനർജി എന്താണ്, അതിൽ നമ്മുടെ ആ ഒരു ഇമോഷൻസ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നത്. എല്ലാവരും ഒരുപോലെയല്ല. എല്ലാവരും പ്രതികാരവും വെറുപ്പും മനസ്സിൽ സൂക്ഷിക്കുന്നവരല്ല. പലരും ക്ഷമിക്കാനും പൊറുക്കാനും കഴിയുന്നവരാണ്. ചില ആൾക്കാർക്ക് മറ്റുള്ളവരുമായിട്ട് കണക്ഷൻ എളുപ്പത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയുന്നവരാണ്. മിഥുനം രാശിക്കാർക്കൊക്കെ പെട്ടെന്ന് അവർക്കൊരുപാട് കണക്ഷൻസ് വേണം. മിഥുനത്തിൽ ചന്ദ്രൻ ഉണ്ടാകുമ്പോൾ അവർക്ക് ആ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ എളുപ്പമാണ്. തുലാം രാശിയിലാണെങ്കിൽ അവർ ആരെയും അങ്ങനെ വിഷമിപ്പിക്കാത്ത തരത്തിൽ കാര്യങ്ങൾ ഒരു ഡിപ്ലോമസിയോടുകൂടി സംസാരിക്കാൻ കഴിയുന്നവരാണ്. അവരാരെയും പെട്ടെന്ന് അങ്ങനെ ബുദ്ധിമുട്ടിക്കാതെ അവരുടെ മറുപടി അങ്ങനെ ആരും വിഷമിപ്പിക്കരുത് എന്ന തരത്തിലൊക്കെ കുറേയൊക്കെ ആലോചിച്ച്, ചിലപ്പോൾ ചില പ്രൊവോക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും അതിനെയൊക്കെ ഒന്ന് സഹിച്ച് മറുപടി പറയാൻ ശ്രമിക്കുന്നവരാണ്. ആ ക്ഷമ അവിടെ കാണിക്കാൻ തയ്യാറായവരാണ്. പക്ഷേ ഇതിൽ വ്യത്യാസം വരും. ഈ തുലാം രാശിയിൽ ചൊവ്വയുണ്ടെങ്കിൽ, ചൊവ്വയുടെ ദൃഷ്ടി ഉണ്ടെങ്കിൽ, രാശി ദൃഷ്ടി ഉണ്ടെങ്കിൽ ഒക്കെ വ്യത്യാസം വരും. പാപഗ്രഹങ്ങളുടെ സ്വാധീനം വരുമ്പോൾ അവിടെ ഫ്ലേവർ മാറുന്നുണ്ട്. പക്ഷേ ജനറലി പറയുകയാണെങ്കിൽ, ഒറ്റയ്ക്കുള്ള ചന്ദ്രൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ക്ഷമ കാണിച്ചു എന്ന് വരും. കാരണം തുലാം രാശിക്കാർ അവരെ മറ്റുള്ളവർ എങ്ങനെ കാണുന്നു എന്നത് അവർക്ക് വലിയ കാര്യമാണ്. അതായത് എന്നെപ്പറ്റി ആരും അങ്ങനെ മോശമായി വിചാരിക്കരുത്, അതുകൊണ്ട് എൻ്റെ അഭിപ്രായം മറ്റൊരു വ്യക്തിയെ വേദനിപ്പിക്കരുത് എന്ന് ചിന്തിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ വ്യാപാര കാര്യങ്ങളിലൊക്കെ മിടുക്കന്മാരായിട്ട് തീരുന്നതും. ബിസിനസ്സിലേക്കൊക്കെ അവർക്ക് ആ ഒരു അളന്നു തൂക്കി സംസാരിക്കാനുള്ള ഒരു ടെൻഡൻസിയൊക്കെ അവർ കാണിച്ചു എന്ന് വരാം, ചന്ദ്രൻ വെൽ പ്ലേസ്ഡ് ആണെങ്കിൽ. അതേസമയം മേടം രാശിക്കാരനാണെങ്കിൽ എടുത്തു ചാടി സംസാരിച്ചു എന്ന് വരാം. അവർക്കങ്ങനെ കൂടുതൽ ആലോചിക്കേണ്ടതില്ല. അവർ അപ്പോൾ തുറന്നു പറയും. അപ്പോൾ ഇങ്ങനെ വ്യത്യാസമാണ്. അതുപോലെ ധനുവിലാണെങ്കിൽ ഒരുപാട് വിശദീകരണങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ധനുരാശിക്കാരിയാണ് ഒരു ജ്യോതിഷ പണ്ഡിതൻ്റെ അടുത്ത് പോകുന്നത് എന്ന് വിചാരിക്കുക. അവർക്ക് ആ ജ്യോതിഷ പണ്ഡിതനോട് എല്ലാം വിശദമായിട്ട് പറഞ്ഞു കൊടുക്കണം. എന്നാലേ അവർക്കൊരു സമാധാനം വരികയുള്ളൂ. ഒരുപക്ഷെ അവരുടെ ചോദ്യം എന്നത് എനിക്കിപ്പോൾ ജോലിയില്ല, എപ്പോൾ ജോലി കിട്ടും എന്നായിരിക്കാം. പക്ഷെ അതിനു മുന്നേ അവർ ജ്യോതിഷ പണ്ഡിതനോട് വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ധനുരാശിയാണെങ്കിൽ, അതായത് മറ്റു പാപഗ്രഹങ്ങളുടെ ഇൻഫ്ലുവൻസും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ധനുരാശിയാണെങ്കിൽ, അതായത് ലഗ്നത്തിനേക്കാളും ബലം ചന്ദ്രന് തന്നെയായിരിക്കണം. അങ്ങനെയുള്ള സാഹചര്യങ്ങൾക്ക് ഇവരൊരുപാട് വിശദീകരണം കൊടുക്കും. ഞാൻ ഇന്നതൊക്കെയാണ് പഠിച്ചത്, ഞാൻ ഇന്ന ഘട്ടങ്ങളിൽ ഇന്ന സ്ഥലങ്ങളിൽ ജോലി ചെയ്തു, ലാസ്റ്റ് റിസൈൻ ചെയ്തത് ഇന്ന സ്ഥലത്ത് നിന്നാണ്, അവിടെ ഇതായിരുന്നു കാരണം, ഇനി എൻ്റെ ലക്ഷ്യങ്ങൾ ഇതാണ്, അതായത് അടുത്ത 5 വർഷത്തേക്ക് ഇതാണ് എൻ്റെ ലക്ഷ്യങ്ങൾ, ഇന്നടുത്ത് എത്തിച്ചേരണമെന്ന് ഞാൻ വിചാരിക്കുന്നു, അതിൻ്റെ എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ, ആ ഒരു തരത്തിൽ വിശദീകരിച്ചിട്ടുള്ള സംസാരം. അപ്പോൾ ഇത് വ്യത്യാസമാണ്. ഇതിൽ നമുക്ക് ഒരാളെയും അങ്ങനെ അവർ ശരിയല്ല, എടുത്തു ചാടുന്നു മേഡം രാശിക്കാർ, അല്ലെങ്കിൽ നമുക്ക് ബുധൻ പ്രോമിനൻ്റ് ആയിട്ടുള്ള ആൾക്കാരോട് ആവർത്തിച്ച് കാര്യങ്ങൾ അന്വേഷിക്കണം, എന്താ പറയുക, അവരിങ്ങനെ ആവർത്തിച്ച് ചോദിക്കുന്നവരാണ് ഓരോ കാര്യവും. ഇങ്ങനെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. എല്ലാ തരത്തിലുള്ള ആൾക്കാർ കൂടുമ്പോഴാണ് സമൂഹം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ അതിനെ ഒരു വിശാല മനസ്ഥിതിയോടുകൂടി ഒരു ബ്രോഡ് സ്പെക്ട്രം വെച്ചിട്ട് നമ്മളതിനെ മനസ്സിലാക്കുക, നോക്കിക്കാണുക. നമ്മുടെ അടുത്തേക്ക് ക്ലയൻസ് വരുമ്പോഴും അവരെ നമ്മൾ അതുപോലെ അംഗീകരിക്കുന്നു. നമ്മുടെ അടുത്തേക്ക് ഒരാൾ വരുമ്പോൾ തന്നെ അതൊരു ഭഗവാന്റെ രൂപമായിട്ടാണ് കാണുന്നത് തന്നെ. അപ്പോൾ എല്ലാവരിലും ആ തത്വമുള്ളത് കൊണ്ട് നമുക്ക് ആരെയും അങ്ങനെ ഒരു കുറഞ്ഞതോ കൂടിയതോ അല്ലെങ്കിൽ ശ്രേഷ്ഠനോ അങ്ങനെയൊന്നും കാണാൻ കഴിയില്ല. എല്ലാം ഒരുപോലെ തന്നെയാണ്. പക്ഷേ ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ടാകും, അത് എനിക്കായാലും നിങ്ങൾക്കായാലും. അപ്പോൾ ഇതാണ് ചന്ദ്രൻ്റെ ഒരു കാര്യം എന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്,
പലപ്പോഴും നമ്മുടെ ജാതകത്തിൽ എന്തെങ്കിലും ഒരു പൂർവജന്മ കർമ്മ ഫലം കൊണ്ട് നമ്മുടെ ചന്ദ്രൻ പാപഗ്രഹങ്ങളുടെ കൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ പാപഗ്രഹങ്ങളുടെ ദൃഷ്ടിയിലായിരിക്കാം, അല്ലെങ്കിൽ നീചസ്ഥനായിരിക്കാം. അതുപോലെ നീചസ്ഥൻ എന്ന് പറയുമ്പോൾ വൃശ്ചികത്തിലെ ചന്ദ്രനായിരിക്കാം. എന്നിട്ട് ചൊവ്വ വളരെ മോശം അവസ്ഥയിലായിരിക്കാം. അങ്ങനെ എന്തുമായിക്കോട്ടെ, ഒരുപക്ഷെ ചന്ദ്രനും കേതുവും ഒരുമിച്ചിരിക്കുന്ന അവസ്ഥ, ചന്ദ്രനും രാഹുവും ഒരുമിച്ചിരിക്കുന്ന അവസ്ഥ, എന്തുമായിക്കോട്ടെ, ചന്ദ്രന് ഒരു പാപത്വം വന്ന് ഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് രാശിയിലല്ലെങ്കിൽ നവാംശത്തിലാണെങ്കിൽ പോലും അപ്പോഴും അത് ഫലത്തിൽ വരും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മൾ ജ്യോതിഷം പഠിക്കുമ്പോഴും പ്രത്യേകിച്ച് ആധ്യാത്മിക മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവർ ജ്യോതിഷത്തെ മനസ്സിലാക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത്, നമുക്ക് ചില പോരായ്മകൾ ഉണ്ട് എന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. നമുക്കുണ്ടത്, നമ്മൾ അതിനെ അംഗീകരിക്കുക. നമ്മൾ നിരന്തരം ഒരു ദിവസം കഴിയുമ്പോൾ, അതായത് നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേ നമ്മളെ ഒന്ന് ഇൻട്രോസ്പെക്റ്റ് ചെയ്യേണ്ടതാണ്. ഞാൻ ഇന്ന് എന്തൊക്കെ സംസാരിച്ചു, എന്തൊക്കെ അപാകതകൾ എൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടാകണം, എന്തൊക്കെ നല്ല കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റി. ഇനി ചിലപ്പോൾ നമ്മളോട് തന്നെ ചോദിക്കുമ്പോൾ നമ്മുടെ ബുദ്ധിക്ക് എപ്പോഴും നമ്മളെ തിരുത്താൻ കഴിഞ്ഞു എന്ന് വരില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ഉറങ്ങുന്നതിന് മുന്നേ അറിഞ്ഞോ അറിയാതെയോ വന്നുപോയ തെറ്റുകൾ ക്ഷമിച്ചു തരാനും സദ്ബുദ്ധി തരാനുമായിട്ട് നിങ്ങളുടെ ഇഷ്ടദൈവത്തോട് പ്രാർത്ഥിക്കണം. ഇതുപോലെ രാവിലെ എണീക്കുമ്പോഴും ഇന്ന് വളരെ നല്ലൊരു ദിവസമാണ്, ഇന്നെനിക്ക് ഒരുപാട് ആൾക്കാരെ സഹായിക്കാൻ കഴിയും, ഇന്ന് എൻ്റെ ജോലികൾ നല്ല രീതിയിൽ ചെയ്തു തീർക്കാൻ കഴിയും, അങ്ങനെയുള്ള സെൽഫ് മോട്ടിവേഷൻ നമ്മൾ കൊടുക്കേണ്ടതാണ്. നിങ്ങളുടെ ഇഷ്ടദൈവത്തെ സ്മരിച്ചുകൊണ്ട് എഴുന്നേൽക്കേണ്ടതാണ്. പ്രധാനപ്പെട്ട കാര്യം എന്നത്, നിങ്ങൾക്കൊരു ഇഷ്ടദൈവം ഉണ്ടെങ്കിൽ പോലും നിങ്ങളൊരു കുടുംബത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഏകദേശം കാര്യങ്ങൾ അറിയുന്നത് നിങ്ങളുടെ വീട്ടുകാർക്കാണ്. അതുകൂടാതെ നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള സുഹൃത്തുക്കൾക്ക്, ഒരുപാട് കാലം ഒരേ ജോലി സ്ഥലത്ത് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ ജോലി സ്ഥലത്തുള്ള ആൾക്കാർക്കും അവരുമായിട്ടും ചെറിയ ബോണ്ടിങ് ഒക്കെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാകും. കുറേ വർഷം ജോലി ചെയ്യുമ്പോൾ ചില ആൾക്കാർക്ക് ശരിക്കും 1-2 വർഷത്തിനുള്ളിൽ തന്നെ ഒരു കമ്പനിയിൽ എത്തിക്കഴിഞ്ഞാൽ വളരെയധികം ക്ലോസ് ഫ്രണ്ട്സും, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ പെട്ടെന്ന് തുറന്നു പറയുന്നവർ, അങ്ങനെയുള്ള കണക്ഷൻസും കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഒന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മൾ മറ്റുള്ളവരുമായിട്ട് അടുപ്പത്തിൽ വരുമ്പോൾ നമ്മുടെ മനസ്സാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മുടെ ആ ഒരു വൈകാരികമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ് നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കുന്നത്. അത് ചെറുപ്പത്തിലേ നമുക്ക് അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിലാണ്. നമ്മുടെ ആ ഒരു മനസ്സ് ചായ്വുള്ളത് അച്ഛനോടും അമ്മയോടുമാണ്. കൂടാതെ നമ്മുടെ സഹോദരന്മാരോട് നമുക്കൊരടുപ്പമുണ്ട്. ഒരു പക്ഷേ നിങ്ങളുടെ ദശാകാലങ്ങൾക്കനുസരിച്ചിട്ട് ജിയോഗ്രഫിക്കൽ ഡിസ്റ്റൻസ് വന്നത് കാരണം, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ വന്ന കാരണം ബ്രേക്ക് വന്നതായിട്ട് കാണാം ഇങ്ങനെയുള്ള അടുത്ത ബന്ധുക്കളുമായിട്ടും. അതുകൂടാതെ ആ ഒരു മൊത്തത്തിൽ നിങ്ങളുടെ ഫാമിലിയുമായിട്ട് നിങ്ങൾക്കൊരു അടുപ്പമുണ്ട്. നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്ക് ഒന്ന് മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ചന്ദ്രന് ഏതെങ്കിലും ഒരു തരത്തിൽ പാപഗ്രഹങ്ങളുടെ ഒരു സ്വാധീനമുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ഒരു മൂഡ് ഫ്ലക്ച്വേഷൻ കൂടുതലായിട്ട് വരുന്നുണ്ട് എന്ന് നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യുക. അത് നമ്മൾ ശരിക്കും ഒബ്സർവ് ചെയ്യേണ്ടത് ഒരു നോട്ട്ബുക്ക് മെയിൻറ്റെയിൻ ചെയ്താലും മതി. എല്ലാവർക്കും ഗൂഗിളും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ അറിയുന്നതാണ്. ഏകദേശം ഇത്തരം വീഡിയോകൾ കാണുന്നവർക്കെല്ലാം ഏകദേശം ബേസിക് ആയിട്ടുള്ള ജ്യോതിഷം അറിവുകളും ഉണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനെയുള്ളൊരു വെബ്സൈറ്റിൽ പോയിട്ട്, പ്രോ കേരള പോലുള്ള വെബ്സൈറ്റ്, ദൃക് പഞ്ചാംഗ് പോലുള്ള വെബ്സൈറ്റ്, അവിടെ പോയിട്ട് ഇന്നത്തെ പഞ്ചാംഗം എന്താണെന്ന് നോക്കുക. അപ്പോൾ ഇന്ന് ഉദിക്കുന്ന സമയത്ത് ഇന്ന നക്ഷത്രമാണ്. ചിലപ്പോൾ രാവിലെ തന്നെ ഒരു 7:50 8 മണിയൊക്കെ ആകുമ്പോൾ വേറൊരു നക്ഷത്രത്തിലേക്ക് കടക്കും ആ ദിവസം. അപ്പോൾ ആ ദിവസം എന്താണെന്ന് നോട്ട് ചെയ്ത് വെക്കുക. അറ്റ്ലീസ്റ്റ് നക്ഷത്രം, മറ്റു കാര്യങ്ങളുമുണ്ട്, തിഥിയും അതുപോലെ യോഗങ്ങളും കരണവും ഒക്കെയുണ്ട്, അതെല്ലാം ഒഴിവാക്കൂ. നമ്മൾ സാധാരണ ആൾക്കാർ നക്ഷത്രം എന്താണെന്ന്, അതായത് രാവിലെ പുലരുമ്പോൾ ഇന്ന നക്ഷത്രമാണ്, അതിനുശേഷം ഇന്ന നക്ഷത്രമാണ്, അങ്ങനെയാണെങ്കിൽ അത് എഴുതി വെക്കുക. ചില സമയങ്ങളിൽ ഒരു നക്ഷത്രം മാത്രമായിരിക്കും ഒരു ദിവസം മുഴുവൻ. തലേന്ന് വൈകുന്നേരം ചന്ദ്രൻ ഒരു നക്ഷത്രത്തിൽ ഗോചരം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെയും ആ നക്ഷത്രത്തിൽ തന്നെയായിരിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം അതിലാണ്. അപ്പോൾ ആ ഒരു ദിവസം നമുക്ക് എങ്ങനെയായിരുന്നു? പക്ഷവും അതുപോലെ ശുക്ലപക്ഷവും തമ്മിലും ചെറിയ വ്യത്യാസം നിങ്ങൾക്ക് ആ നിങ്ങളുടെ ഇമോഷണൽ ഹെൽത്തിൽ കാണാവുന്നതാണ്. അങ്ങനെ നിങ്ങൾ നോട്ട് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്, ഒരു മാസം, കുറച്ച് മെനക്കെടുള്ള പണിയാണിത്, ഒരു മാസം ഏത് ദിവസങ്ങളിലാണ് എനിക്ക് കൂടുതൽ മൂഡ് ഫ്ലക്ച്വേഷൻ വരുന്നത് എന്ന് നിങ്ങൾക്ക് സ്വന്തം നോട്ട് ചെയ്ത് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അതായത് ഇന്ന നക്ഷത്രങ്ങളിലൂടെ ചന്ദ്രൻ സഞ്ചരിക്കുമ്പോൾ എനിക്ക് അന്ന് കുറച്ച് അനുഭവങ്ങൾ
വിഷമകരമായിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഓഫീസിൽ പ്രശ്നമുണ്ടായ ദിവസങ്ങൾ, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിയുമായിട്ട്, അല്ലെങ്കിൽ അമ്മയുമായിട്ട്, സ്ഥാനത്തുള്ളവരുമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ്, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ അറിയാതെ നമ്മൾ മനസ്സുകൊണ്ട് വിചാരിക്കാത്ത സമയത്ത് ഇൻസൾട്ട് വന്നു ചേരുക. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. നിങ്ങളുടെ ദശാകാലങ്ങൾ കൂടി കമ്പയർ ചെയ്യാൻ പറ്റുമെങ്കിൽ അപ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് ഇത് നമ്മളെ സഹായിക്കുന്നത് നമുക്ക് ജോലി സ്ഥലത്തൊക്കെ ആണെങ്കിൽ, നിങ്ങൾക്ക് കുറച്ച് ഇങ്ങനെയുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ ജോലി സ്ഥലത്തൊക്കെ മേജർ ഡിസിഷൻ എടുക്കുന്നതൊക്കെ ഒഴിവാക്കാവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളൊരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യണം എന്ന് വിചാരിക്കുക ഒരു പെർട്ടിക്കുലർ ദിവസം. അപ്പോൾ നിങ്ങൾക്കത് തുടർച്ചയായിട്ട് നിങ്ങൾ 2-3 മാസം ഒബ്സർവ് ചെയ്യുമ്പോൾ, ഇന്ന നക്ഷത്രങ്ങളിലൂടെ ചന്ദ്രൻ സഞ്ചരിക്കുമ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് കണ്ടുവരുന്നുണ്ട് എന്ന് നിങ്ങൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ അത്തരം ദിവസങ്ങളിൽ നിങ്ങൾക്ക് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കാവുന്ന. ഇത് പഠിക്കുന്നതിന് വേണ്ടി മാത്രം പറയുന്നതാണ്. നമ്മൾ ആരും ഇത് സ്വന്തം ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നില്ല. കാരണം ജീവിതം ഒരു ഒഴുക്കാണ്. എന്താണ് ഭഗവാൻ നിശ്ചയിച്ചത് അതുപോലെ നടക്കട്ടെ. അതായത് ശരണാഗതി ഉള്ളവർക്ക് ഇതിനെപ്പറ്റി ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇത് പഠിക്കാനായിട്ട് എഡ്യൂക്കേഷണൽ പേർപ്പസ് എന്ന് പറയുന്നില്ലേ, അതിന് വേണ്ടിയിട്ട് മാത്രം പറയുന്നതാണ്. നമ്മൾ ജ്യോതിഷം പഠിക്കുമ്പോൾ ഇങ്ങനെയാണ്. പ്രത്യേകിച്ച് എളുപ്പത്തിൽ പറഞ്ഞു തരികയാണെങ്കിൽ, ചന്ദ്രൻ നിങ്ങളുടെ നക്ഷത്രത്തിന് മുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ അന്ന് കുറച്ച് ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. അതുപോലെ നിങ്ങളുടെ ആത്മകാരക ഗ്രഹത്തിന് മുകളിലൂടെയും ചന്ദ്രൻ സഞ്ചരിക്കുമ്പോൾ മനസ്സിനൊരു കുറച്ചൊരു വിഷമം ഉണ്ടാകുന്ന സമയം തന്നെയാണ്. അതായത് ഒരാൾ തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ച ആളാണെന്ന് വിചാരിക്കാം. അപ്പോൾ മകരത്തിലെ ഉത്രാടം, തിരുവോണം, അവിട്ടത്തിലൂടെ ചന്ദ്രൻ കടന്നു പോകുമ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം അദ്ദേഹത്തിന് ഉണ്ടാകാനുള്ള സാധ്യതകൾ കുറച്ച് കൂടുതലാണ് എല്ലാ മാസവും ആ ഒരു ജന്മ നക്ഷത്രത്തിലൂടെ വരുമ്പോൾ. അപ്പോൾ നമ്മൾ പണ്ട് തൊട്ടേ അമ്മൂമ്മമാരൊക്കെ ആ ഒരു ദിവസം നമ്മുടെ നക്ഷത്രത്തിൻ്റെ അന്ന് അമ്പലത്തിൽ പാൽപ്പായസം കഴിപ്പിക്കുക, അല്ലെങ്കിൽ പുഷ്പാഞ്ജലി കഴിപ്പിക്കുക, അങ്ങനെയുള്ള സ്വഭാവം നമുക്കുണ്ടായിരുന്നു. പണ്ട് കാലങ്ങളിൽ നമ്മുടെ മുത്തശ്ശിമാരൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഇതാണ് കാരണം. ആ ദിവസങ്ങളിൽ നമുക്ക് എന്തെങ്കിലും ഒരു അപ്സെറ്റ് വരും, അതിന് നമ്മൾ ഭഗവാനോട് അപേക്ഷിക്കുകയാണ്. പ്രത്യേകിച്ച് ഇത്തരം ദിവസങ്ങളിലാണ് ഭഗവാൻ ശിവന് നമ്മൾ അഭിഷേകങ്ങൾ ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും അത് ക്ഷീരധാരയായിട്ട്, പാലഭിഷേകമായിട്ട്, ജലധാരയായിട്ട്, ജലാഭിഷേകമായിട്ടൊക്കെ ചെയ്യാവുന്നതാണ്. അതും മനസ്സമാധാനം കൊണ്ടുതരും. അപ്പോൾ ചില പെർട്ടിക്കുലർ ദിവസങ്ങളിലും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു വ്യക്തിയുടെ 7:30 ശനി സമയമായിരിക്കാം, ആ വ്യക്തി ജനിച്ചത് ശനിയാഴ്ച ദിവസമാണെന്ന് വിചാരിക്കാം, അതുപോലെ ശനിയുടെ നക്ഷത്രവുമാണെന്ന് വിചാരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ശനിയാഴ്ച ദിവസങ്ങളിൽ ഭഗവാൻ ശിവന് അഭിഷേകം ചെയ്താൽ, പ്രത്യേകിച്ച് പാലുകൊണ്ട് അഭിഷേകം, ക്ഷീരധാര ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം ബെനിഫിറ്റ് ഉണ്ടാകും. പിന്നെ ചന്ദ്രൻ പാപഗ്രഹങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ നമ്മളെപ്പോഴും എല്ലാവരോടും ഞാൻ പറയുന്നതാണ്, എല്ലാ കൺസൾട്ടേഷനും ചന്ദ്രശേഖര അഷ്ടകം കേൾക്കുകയെങ്കിലും ചെയ്യുക. നിങ്ങൾക്ക് ഉറങ്ങാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിലും രാത്രി ചന്ദ്രശേഖര അഷ്ടകം കണ്ണടച്ചിരുന്ന് കുറച്ച് സമയം അത് കേട്ട് മനസ്സിനെ ഒന്ന് ശാന്തമാക്കുക. അതും ഗുണം ചെയ്യുന്നതാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് നമ്മുടെ ആ ഒരു വൈകാരികമായിട്ടുള്ള ഒരു ഫ്ലക്ച്വേഷനെ പറ്റി ഒരു ഐഡിയ ഉള്ളവരാണ്. നമ്മുടെ സുഹൃത്തുക്കളാവട്ടെ, ഏറ്റവും അടുത്ത ബന്ധുക്കൾ, രക്തബന്ധത്തിലുള്ളവർ, അതുപോലെ വിവാഹം കഴിഞ്ഞിട്ട് പിന്നെ ജീവിത പങ്കാളി, അവരുടെ വീട്ടുകാരുമായിട്ട് കൂടുതൽ അടുപ്പമുണ്ടെങ്കിൽ അവർക്കും നിങ്ങളുടെ ഒരു മൂഡ് സ്വിങ്സിനെ പറ്റിയും മൂഡ് ഫ്ലക്ച്വേഷനെ പറ്റി, നിങ്ങളുടെ അനിഷ്ടങ്ങളെ പറ്റി അറിയുന്നതാണ്. ഇതൊക്കെ മനസ്സാണ് തീരുമാനിക്കുന്നത്. എനിക്കതിഷ്ടമാണ്, ഇന്ന ആഹാരം ഇഷ്ടമാണ്, ഇന്നത് ഇഷ്ടമല്ല എന്നതൊക്കെ നമ്മുടെ മനസ്സാണ് തീരുമാനിക്കുന്നത്. നിങ്ങളൊരു ഭക്തി മാർഗത്തിലൂടെ, അതുപോലെ സാധനാ മാർഗത്തിലൂടെ കുറച്ചൊക്കെ ഐസൊലേറ്റഡ് ആയിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യമെന്നത്, നമ്മുടെ ആ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്നത്, പ്രത്യേകിച്ച് ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ. അതായത് എന്താണ് എനിക്ക് വേണ്ടത്, ആരുടെയൊക്കെ സാന്നിധ്യം എനിക്ക് ആവശ്യമില്ല, അതായത് എൻ്റെ ആത്മീയ പുരോഗതിക്ക്. ഞാൻ പറഞ്ഞു വരുന്നത് ആത്മീയമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഒറ്റപ്പെടലും കാര്യങ്ങളും ഒക്കെ ചില കാര്യങ്ങൾക്ക് ആവശ്യമാണ്. നമുക്ക് ധ്യാനം ചെയ്യാൻ, നമുക്ക് നാമജപം ചെയ്യാൻ, നമുക്ക് കൂടുതൽ ആൾക്കാരുടെ കൂടെ ഇരിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഭഗവാനെ പറ്റി എപ്പോഴാണ് ചിന്തിക്കുക, നിങ്ങളുടെ ഇഷ്ടദൈവത്തെ പറ്റി എപ്പോഴാണ് ചിന്തിക്കുക, അങ്ങനെ ആ ഒരു മനസ്സില്ല ഭഗവത് കഥകൾ, ഭഗവാന്റെ സ്മരണകൾ, ഭഗവാന്റെ പാട്ടുകൾ കേട്ട് ഒറ്റയ്ക്ക് ആനന്ദ നൃത്തം ചെയ്യാനും, ഒറ്റയ്ക്ക് ആ സംഗീതം ശ്രവിക്കാനും, ആ ഒരു ലോകത്തിലേക്ക് മുഴുകാനും ഒക്കെ ഒരു ഒറ്റപ്പെടൽ ആവശ്യമാണ്. അപ്പോൾ നമുക്കറിയാം, ഇന്ന് ആൾക്കാർ അത്
നമുക്ക് ശരിയാവില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ വൈകാരികമായിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ എല്ലാവരോടും ഷെയർ ചെയ്യരുത് എന്നതാണ് അതിൻ്റെ ഓൾട്ടർനേറ്റീവ് ഐഡിയ എന്താണ്? നമുക്ക് ആരെങ്കിലും വേണമല്ലോ എല്ലാ കാര്യങ്ങളൊക്കെ പറയാൻ. അതിനാണ് ഇഷ്ടദൈവം വേണമെന്ന് പറയുന്നത്. നിങ്ങളുടെ ഇഷ്ടദൈവത്തോട് എല്ലാ കാര്യങ്ങളും പറയുക. നിങ്ങളത് ഒരു കല്ലാണെന്നോ നിങ്ങളുടെ പൂജാ റൂമിൽ ഒരു മൂർത്തിയാണെന്നോ ഒരു ഫോട്ടോ ആണെന്നോ വിചാരിക്കേണ്ട. നിങ്ങളെ നിരന്തരം കുറ്റപ്പെടുത്തുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ചെറിയ പരാജയത്തിലൊക്കെ നിങ്ങളെ ഡിമോട്ടിവേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഇമോഷൻസിനെ മുതലെടുക്കുന്ന ആൾക്കാരെ പോലെയല്ല. അവർക്ക് ശരീരവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, പ്രത്യക്ഷത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു എന്നൊരു കാര്യമേ ഉള്ളൂ. അതിലും അപ്പുറത്താണ് ഒരു ഇഷ്ടദൈവം ഉണ്ടായിരിക്കുമ്പോൾ ഉള്ള ഒരു അനുഭൂതി എന്നത്. എല്ലാം തുറന്നു പറയാവുന്നതാണ്, സകലതും തുറന്നു പറയാവുന്നതാണ്. ഇതിന് ഭക്തി വേണം. ഭക്തി ഒരിക്കലും നമുക്കൊരാളെയും പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയില്ല. ഭക്തി എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? അത് ചെറുപ്പത്തിലേ ഉള്ള ശീലം, അത് പൂർവ്വജന്മത്തിൽ നിന്ന് വരുന്നതാണ്. പിന്നെ നമ്മൾ മനഃപൂർവ്വം നാമം ചൊല്ലാൻ പറയും. ശ്രദ്ധയോടെ ചൊല്ലിയാലും അല്ലാതെയാണെങ്കിലും നമ്മൾ നാമം ചൊല്ലി ആ നാമം അങ്ങനെ നമ്മളോട് ചേരുമ്പോൾ നമുക്ക് തനിയെ ഭക്തി വരാൻ തുടങ്ങും. അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ ഈ ഭക്തി രസം അറിഞ്ഞ വ്യക്തികൾക്ക് തീർച്ചയായിട്ടും ആ അതിൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന് മനസ്സിലാകും. അതായത് ആ സമയത്ത് ശരിക്കും ഭഗവത് കഥകൾ കേൾക്കുമ്പോൾ, ഭഗവാനെ പറ്റി പറയുമ്പോൾ, ഇഷ്ടദൈവത്തെ പറ്റി പറയുമ്പോഴൊക്കെ കണ്ണീര് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നമുക്ക് ഗദ്ഗതം വരും നമ്മുടെ അനുഭവങ്ങൾ പറയുമ്പോൾ. അങ്ങനെയുള്ള ഒരു ഇഷ്ടദൈവം വേണം സകലതും പറയാനായിട്ട്. നമ്മുടെ ഇഷ്ടദൈവത്തോട് കൂടുതൽ അടുപ്പം ഉണ്ടാകുമ്പോഴുമാണ് നിങ്ങളിനി സാധനാമാർഗത്തിലേക്കൊക്കെ പ്രവേശിച്ചാലും അതിൻ്റെ പൂർണ്ണഫലം കിട്ടുന്നത്. അല്ലാതെ യാന്ത്രികമായിട്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ സിദ്ധികൾ നേടണം, എനിക്ക് ആൾക്കാരുടെ മനസ്സ് വായിക്കണം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതെല്ലാം ശരിയാവണം, അടുത്ത് വരുന്ന ആൾക്കാരെയൊക്കെ അനുഗ്രഹിക്കാനുള്ള കഴിവ് വേണം എന്നൊക്കെ പറഞ്ഞ് സിദ്ധികളൊക്കെ നേടാൻ വേണ്ടി സാധനയൊക്കെ ചെയ്യുമ്പോൾ അവിടെയും നിങ്ങൾ ആരെയാണോ ഇതൊക്കെ കിട്ടാൻ വേണ്ടി സമീപിക്കുന്നത്, ആ ദേവതയോട് നിങ്ങൾക്ക് മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് അടുപ്പമില്ലെങ്കിൽ ആ സിദ്ധി ലഭിക്കുന്നതായിരിക്കില്ല. അപ്പോൾ എല്ലാ ദേവീ ദേവതമാർക്കും വേണ്ടത് നിങ്ങൾ എത്രമാത്രം അവരോട് അടുപ്പമുണ്ട്, നിങ്ങൾക്ക് ആ പ്രേമമുണ്ട് എന്നത്, സ്നേഹമുണ്ട് എന്നതാണ് കാണുന്നത്. അതുകൊണ്ടാണ് ആ പ്രേമരസത്തിന്, രാധാകൃഷ്ണ ഭക്തിയിലും പ്രേമരസം ആണ്. അവിടെ രാധ എന്നത് തന്നെ ആ പ്രേമം എന്ന കാര്യത്തിൻ്റെ ഒരു പേഴ്സോണിഫിക്കേഷനാണ്. അതായത് ഒരു വ്യക്തിയിൽ രാധാദേവിയുടെ അനുഗ്രഹമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ആ വ്യക്തി എത്രമാത്രം സ്നേഹമുള്ളവരാണ് മറ്റുള്ളവരോട്, എത്രമാത്രം കരുണയുണ്ട്. ആ പ്രേമഭാവമാണ് ഒരു വ്യക്തിയിലെ രാധാതത്വത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതൊരു തത്വമാണ്. ആൾക്കാർ പറയുന്നത് പോലെ ഒരു സാധാരണ ഒരു പ്രണയമല്ല, അതൊരു ഭാവമാണ്. അപ്പോൾ ഈ ഒരു ഭാവം, അതായത് ആ ഒരു മനസ്സിൽ ആ ഒരു സ്നേഹം എന്നത് ദേവീ ദേവതമാരോട് വേണം. അതിനും എന്താണ് ആവശ്യം? നമ്മുടെ ചന്ദ്രൻ നല്ലതായിരിക്കണം. ആ പ്രേമഭാവം എന്നത് നമുക്ക് ദേവീ ദേവതമാരോടുണ്ടാവണം. അതായത് നമ്മളൊരു സ്ഥലത്ത് പോയാലും അതായത് നമ്മുടെ വീട്ടിൽ, ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കൃഷ്ണൻ്റെ വിഗ്രഹമാണ് ഉള്ളതെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മളൊരു സാധനം കാണുമ്പോൾ ഇത് എൻ്റെ വീട്ടിലെ കൃഷ്ണന് വാങ്ങിയാലോ, ഈ മാല വാങ്ങിക്കൊടുത്താലോ, അല്ലെങ്കിൽ ഇത് നൈവേദ്യമായിട്ട് വെക്കാൻ ഈ സാധനങ്ങൾ വാങ്ങിയാലോ, അങ്ങനെ നമുക്ക് എന്ത് കാണുമ്പോഴും നിങ്ങളുടെ വീട്ടിലെ ആ ഇഷ്ടദൈവത്തെ ആയിരിക്കണം നിങ്ങൾക്ക് ഓർമ്മ വരുന്നത്. ഇപ്പോഴുള്ള ആൾക്കാർ ദേവീ ഭക്തരാണ്. അപ്പോൾ എവിടെ പോയി വരുമ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ വാങ്ങുന്നത്. ദേവിക്കായിട്ട് പരിശുദ്ധമായിട്ടുള്ള ചന്ദനത്തിൻ്റെ പെർഫ്യൂം, അതുപോലെ താമര, അതുപോലെ മാലകൾ, പലതരം മാലകൾ, താമര വിത്തിന് എന്തൊക്കെയാണ് വാങ്ങിക്കൊണ്ടുവരാൻ പറ്റുന്നത്. അതുപോലെ പലതരത്തിലുള്ള രുദ്രാക്ഷമാലകളായാലും അതിൻ്റെ ബ്രേസ്ലെറ്റ് പോലുള്ള കാര്യങ്ങളായാലും അങ്ങനത്തെ കാര്യങ്ങളും, അതുപോലെ ഒരുങ്ങാനുള്ള സാധനങ്ങളും, ഇതൊക്കെയാണ് എവിടെയെങ്കിലും എന്തെങ്കിലും കണ്ടാൽ എനിക്ക് ഉപയോഗിക്കാൻ എന്തെന്നല്ല, അമ്മയ്ക്ക് എന്താണ് എന്നുള്ള ഒരിതാണ്. അതിപ്പോൾ എന്തായാലും പാദസരങ്ങളായാലും. ഇതിൻ്റെ ഇടയിൽ ഒരു ചെറിയ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, ഞാനിവിടെ പലപ്പോഴും എൻ്റെ വീട്ടിലെ കൃഷ്ണന് ചോക്ലേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഭഗവാന് കൊണ്ടു കൊടുക്കും. കൃഷ്ണനെ നമ്മളൊരു ഉണ്ണിക്കണ്ണനായിട്ടും കാണുന്നില്ലേ, അപ്പോൾ ചോക്ലേറ്റ് കൃഷ്ണന് കൊണ്ടു കൊടുക്കും ഞാൻ. എന്നിട്ട് പിന്നീട് എപ്പോഴെങ്കിലും ആയിരിക്കും അത് കഴിക്കുന്നത്. അങ്ങനെ ഞാൻ ചോക്ലേറ്റ് കഴിക്കുന്നതൊക്കെ അവസാനിപ്പിച്ചു. എനിക്ക് ചോക്ലേറ്റ് കഴിക്കുമ്പോൾ ഭയങ്കര ക്ഷീണമാണ്. അങ്ങനെ ഞാനത് അവസാനിപ്പിച്ചു. ലാസ്റ്റ് സെപ്റ്റംബറിലാണ് ഒരു ചോക്ലേറ്റ് കഴിച്ചത്. അപ്പോൾ അത് ഭഗവാന് സമർപ്പിച്ചിട്ട് ഞാൻ കഴിക്കുമ്പോൾ എനിക്ക് ക്ഷീണം വന്നു. ഞാൻ പറഞ്ഞു, ഇനി ഞാനിത് കഴിക്കുന്നില്ല, എനിക്കിത് കഴിക്കുമ്പോൾ ഭയങ്കര ക്ഷീണമാണ്, അതുകൊണ്ട് ഞാനിനി ചോക്ലേറ്റ് വാങ്ങുന്നില്ല എന്ന് ഭഗവാനോട് ഞാൻ പറഞ്ഞു. അപ്പോൾ അത്ഭുതം എന്ന് പറയട്ടെ, ഞാനിവിടെ വൃന്ദാവനത്തിൽ പോയപ്പോൾ അവിടുന്ന് പൂജാരി എനിക്ക് ചോക്ലേറ്റ് എടുത്തു തന്നു.
എന്നിട്ട് പറഞ്ഞു ഭഗവാൻ തന്നതാണ് ചോക്ലേറ്റ്. ഞാൻ ശരിക്കും അന്തം വിട്ടുപോയി. സാധാരണഗതിയിൽ ഞാൻ വെണ്ണയും കൽക്കണ്ടവും ഒക്കെ വെക്കാറുണ്ട് ഭഗവാന് നിവേദ്യമായിട്ട്. പൊതുവേ ഡ്രൈ ഫ്രൂട്ട്സാണ് എപ്പോഴും വീട്ടിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. എപ്പോഴും നമുക്ക് പാൽപ്പായസം ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് കിസ്മിസും കാര്യങ്ങളും ഒക്കെയാണ് ഭഗവാന് കൊടുക്കുന്നത്. പിന്നെ വെണ്ണയും കൽക്കണ്ടവും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ചോക്ലേറ്റ് എനിക്കിഷ്ടമായതുകൊണ്ട് മുന്നൊക്കെ വെക്കാറുണ്ടായിരുന്നു. എനിക്കിഷ്ടമായതുകൊണ്ട്, കാരണം ഞാൻ കഴിക്കുന്നതിന് മുന്നേ അത് കൃഷ്ണന് കൊടുത്തിട്ടാണ് ഞാൻ കഴിക്കാറ്. എനിക്ക് കഴിക്കണം തോന്നുമ്പോൾ ഞാൻ ആദ്യം ഭഗവാന് കൊടുക്കും, അങ്ങനെയാണ്. പക്ഷേ ഇതെനിക്ക് അത്ഭുതമുണ്ടായി. ബിഹാരി അമ്പലത്തിൽ വെച്ച് പൂജാരി വിളിച്ചിട്ട് തന്നതാണ്. ആദ്യം പ്രസാദവും മാലയൊക്കെ ഇട്ട് തന്നു. എന്നിട്ട് കൃഷ്ണന് വലിയ സന്തോഷമാണ്. ഭഗവാൻ നിങ്ങളെ എപ്പോഴും ഓർക്കാറുണ്ട്, ഭഗവാന് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്, കൃഷ്ണന് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്, നിങ്ങളെ എപ്പോഴും ഓർക്കാറുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഞാനവിടെ നിന്ന് കരയാൻ തുടങ്ങി. മാലയൊക്കെ ഇട്ട് വന്നു. എന്നിട്ട് വീണ്ടും അകത്തേക്ക് പോയിട്ട് മുട്ടായി എടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് പറഞ്ഞു കൃഷ്ണൻ തന്നതാണ്. ഞാൻ വിചാരിച്ചു ഇതൊരു ശരിക്കും മായാജാലക്കാരനും തന്നെ. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് എന്തൊരു മായാജാലമാണ്. ഞാൻ എന്നിട്ട് ഇവിടെ വന്നിട്ട് പറഞ്ഞു, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഇനി ഞാൻ ചോക്ലേറ്റ് കഴിക്കില്ല എന്ന്. അപ്പോൾ അതാണ് ആ ഭക്തനും ഭഗവാനും തമ്മിൽ സദാസമയം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴുള്ള അങ്ങനെയുള്ള അനുഭവങ്ങളാണ്. അപ്പം നിങ്ങൾ കൃഷ്ണ ഭക്തരായിരിക്കും, നിങ്ങൾക്ക് വലിയ വലിയ അനുഭവങ്ങളുണ്ടാകും. ഞാൻ നമിക്കുന്നു നിങ്ങളെ, നിങ്ങളുടെ അനുഭവങ്ങളെയും നിങ്ങളുടെ ഭക്തിയെയും എല്ലാത്തിനെയും ഞാൻ നമിക്കുന്നു. പക്ഷേ എൻ്റെ ഒരു ചെറിയ അനുഭവമാണ് പറഞ്ഞു തന്നത്. കാരണം ഞാൻ സാധന ചെയ്തുകൊണ്ടിരുന്നതും ആ സമയത്ത് ചണ്ഡി സാധനയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് എനിക്കവിടെ പ്രധാനമായിട്ടും വൃന്ദാവനത്തിലെ ഭഗവാന്റെ കുലദേവിയൊക്കെ കാണണം എന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ അവിടെയൊക്കെയാണ് ആദ്യം സന്ദർശിച്ചത്. ഞാൻ കുറച്ച് ദൂരെ നിന്ന് ഭഗവാനെ നോക്കിക്കാണും, ഗീതകൾ വായിക്കും, അതിലെ അർത്ഥങ്ങൾ മനസ്സിലാക്കും. പക്ഷേ എൻ്റെ ഹൃദയത്തിൻ്റെ ഒരു കോണിലുണ്ട് എപ്പോഴും സംസാരിക്കുന്നതും നൃത്തം ചെയ്യുന്നതും ഒക്കെ കൃഷ്ണൻ്റെ കൂടെ തന്നെയാണ്. കൃഷ്ണഭക്തി എന്നത്, അതുപോലെ പ്രേമഭക്തി എന്നത് നമുക്ക് വരണമെങ്കിലും നമുക്ക് ഭഗവാൻ ശിവൻ്റെ ഒരു അനുഗ്രഹം വേണം. ഭഗവാൻ ശിവനാണ് ഏറ്റവും പരമമായിട്ടുള്ള വൈഷ്ണവൻ എന്നത്. ഭഗവാൻ ശിവനാണ് നമുക്ക് ആ ഭക്തി തരുന്നത്. അതുപോലെ ദേവിയുടെ അനുഗ്രഹം, ദേവിയാണ് അവതാരങ്ങൾ എടുത്തപ്പോൾ, കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറഞ്ഞിരുന്നു, അവതാരങ്ങൾ എടുക്കുമ്പോഴൊക്കെ ഭഗവാൻ കാണിച്ചു തന്നത് എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഭഗവാൻ യുദ്ധം ചെയ്യുന്നതിന് മുന്നേ ഒക്കെ, കംസവധത്തിന് മുന്നേ മഹാവിദ്യ ദേവിയെ പൂജിച്ചിരുന്നു. അതുപോലെ രാവണൻ്റെ വധത്തിന് മുന്നേയും ദേവി ആരാധന ചെയ്തിരുന്നു. അപ്പോൾ ദേവി ആരാധനയുടെ മഹത്വം, ഗുരുവിനെ സ്വീകരിക്കുന്നതിൻ്റെ മഹത്വം ഒക്കെ ഭഗവാൻ നമ്മളെ കാണിച്ചു തന്നിരിക്കുന്നു. അപ്പോൾ തത്വം ഒന്നാണ് എന്നൊരു പരമാർത്ഥം ഭഗവാൻ നമ്മളോട് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ചന്ദ്രൻ എന്നതാണ് നമ്മുടെ മനസ്സിൻ്റെ കാരകഗ്രഹം. അപ്പോൾ ഈ മനസ്സാണ് നമ്മുടെ ഒരു ഭക്തിയെ മനസ്സിലാക്കിയെടുക്കുന്നത്. നമുക്ക് ഭക്തി ഉണ്ടാകണമെങ്കിൽ, ആ ഭക്തിയുടെ രസം അനുഭവിക്കാൻ കഴിയണമെങ്കിൽ നമ്മുടെ ചന്ദ്രൻ കുറേയൊക്കെ നല്ലതായിരിക്കണം. അത് നല്ലതായിരിക്കണം എന്ന് പറയുമ്പോൾ ചന്ദ്രൻ്റെ മേലെ പാപഗ്രഹങ്ങളുടെ സ്വാധീനം, ത്രികോണ സംബന്ധം എന്തുണ്ടായിക്കോട്ടെ നമുക്കത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയുന്നതാണ്. അതാണ് പ്രത്യേകത. ചന്ദ്രൻ എന്നത് ഒഴുകുന്ന വെള്ളമാണ്. അത് എപ്പോഴും ഒരു സ്ഥലത്ത് നിൽക്കുന്നതല്ല. അതുകൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുന്നതാണ്. അതിനാണ് ഒരു ഗുരുവിൻ്റെ ശരണാഗതി. ഒരു ഗുരു പറഞ്ഞത് അതുപോലെ അനുസരിക്കുക, ചോദ്യം ചെയ്യാതെ. കുറച്ച് നമുക്ക് അറിവുണ്ടാകുമ്പോൾ ഗുരുവിനെ ചോദ്യം ചെയ്യാൻ പോകരുത്. ഇങ്ങനെയൊക്കെ ചെയ്താലും ശരിയാവുമല്ലോ, അങ്ങ് എന്തിനാണ് ഇങ്ങനെ പഠിപ്പിക്കുന്നത്, അങ്ങനെ ഒന്നും പറയാതെ കണ്ണുമടച്ച് ഗുരുവിനെ വിശ്വസിക്കുക. അതുപോലെ ശരണാഗതരായിട്ടിരിക്കുക എന്നാണ് നമ്മുടെ ഇഷ്ടദൈവത്തിൻ്റെ മുന്നിൽ. എങ്ങോട്ടാണ് അങ്ങ് നയിക്കുന്നത് അവിടേക്കാണ് ഞാൻ സഞ്ചരിക്കുന്നത്. പക്ഷേ എൻ്റെ ബുദ്ധിയിൽ വസിക്കണം, എനിക്ക് നേർവഴി കാണിച്ചു തരണം, അബദ്ധങ്ങളിൽ ചെന്ന് പെടാതെ എൻ്റെ കൈപിടിച്ച് നടത്തിക്കൊള്ളണം. ഇതൊക്കെ നമ്മുടെ ഇഷ്ടദൈവത്തോട് പറയേണ്ടതാണ്. അപ്പോൾ ഇത് നിരന്തരം നമ്മുടെ മനസ്സിനെ ട്രെയിൻ ചെയ്തെടുത്താൽ നമുക്ക് ഈ പാപഗ്രഹങ്ങളുടെ പാപത്വത്തിൽ നിന്നൊരു മോചനം ഉണ്ടാകും. ഇത് പോസിബിൾ അല്ലാതാവുന്നത് മറക്കാനും പൊറുക്കാനും കഴിയാത്തവർക്കാണ്. അവിടെയാണ് അഷ്ടമത്തിലെ ചന്ദ്രൻ, വൃശ്ചികത്തിലെ ചന്ദ്രൻ പോരാത്തതിന് ഈ അഷ്ടമഭാവത്തിൻ്റെ അല്ലെങ്കിൽ വൃശ്ചികത്തിൻ്റെ അധിപന്മാർ, വൃശ്ചികത്തിൻ്റെ അധിപൻ കേതുവും ചൊവ്വയും. അപ്പോൾ ഇങ്ങനത്തെ അവസ്ഥയിൽ നിങ്ങളുടെ അഷ്ടമഭാവാധിപൻ ഒക്കെ വീണ്ടും പാപഗ്രഹങ്ങളാൽ ഗ്രസിക്കപ്പെട്ടിരിക്കുകയാണെങ്കിൽ, പാപഗ്രഹങ്ങളുടെ സ്വാധീനത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് വിഷമാണ് മറക്കാനും പൊറുക്കാനും. അവർ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യില്ല. എന്തെങ്കിലുമൊക്കെ പാപകർമ്മങ്ങൾ എന്നാലും മുൻ ജന്മങ്ങളിൽ പറ്റിയിട്ടുണ്ടാകണം, അതുകൊണ്ടാണ് ഈ വ്യക്തി ഇപ്പോൾ എന്നെ പറ്റിച്ചിട്ട് പോയത്, അല്ലെങ്കിൽ എനിക്കിങ്ങനെ കേൾക്കേണ്ടി വന്നത്, അപ്പോൾ ഇതിനെ ഞാൻ മറന്ന്
കളയണം, ഞാൻ ശരണാഗതരായിരിക്കണം. ഒരുപാട് ബുദ്ധി ഞാൻ പ്രവർത്തിപ്പിക്കാതെ ഞാൻ ശരണാഗതരായിട്ട് എന്നെ നേർവഴി കാണിക്കാൻ എൻ്റെ ഇഷ്ടദൈവത്തോട് പറയണം. ഞാൻ പരമാവധി സമയം നാമജപങ്ങളിൽ ചിലവഴിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ തയ്യാറായാൽ മാത്രമേ നമ്മുടെ ചന്ദ്രന് നന്നാവുകയുള്ളൂ. അപ്പോൾ ചന്ദ്രൻ മോശമായി കഴിഞ്ഞാൽ, ജാതകത്തിൽ ചന്ദ്രൻ മോശമായി കഴിഞ്ഞാൽ, അതായത് മനസ്സ് നല്ലതല്ലെങ്കിൽ, മൊത്തത്തിൽ ആ ഒരു ജാതകത്തിൽ എത്ര ഫലങ്ങൾ, യോഗങ്ങൾ, രാജയോഗങ്ങൾ ഉണ്ടെങ്കിലും അതിൻ്റെ ഫലം അനുഭവിക്കാൻ കഴിയില്ല. ഈ ചന്ദ്രനിൽ നിന്ന് തന്നെ എത്രമാത്രം രാജയോഗങ്ങളുണ്ട്. അപ്പോൾ അത് ഫലിക്കണമെങ്കിൽ മനസ്സിനൊരു സ്ഥിരത, അതുപോലെ മനസ്സിന് ഒരു ഇഷ്ടദൈവത്തിൻ്റെ കീഴിൽ അതിനെ സമർപ്പിച്ചിട്ട് ഭോഗങ്ങളിൽ നിന്ന്, അമിതമായിട്ടുള്ള ഭോഗങ്ങളിൽ നിന്നും കാമത്തിൽ നിന്നും അതിനെ നിയന്ത്രിച്ചിട്ട് ഒക്കെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞാലല്ലേ അതിന് ആ യോഗങ്ങളൊക്കെ അനുഭവത്തിൽ വരികയുള്ളൂ. അല്ലെങ്കിൽ പുറമേ നിന്ന് കാണുന്ന ആൾക്കാർക്കാണ് ആ വ്യക്തി ഒരു രാജാവിനെ പോലെയാണ് അദ്ദേഹം ജീവിക്കുന്നത്, അദ്ദേഹത്തിന് ഇത്ര പ്രോപ്പർട്ടി ഉണ്ട്, ഇത്ര വീടുകളുണ്ട്. പക്ഷേ ആ വ്യക്തി എന്തെങ്കിലും അനുഭവത്തിൽ അറിയുന്നുണ്ടോ? മനസ്സമാധാനമുണ്ടോ? അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സമാധാനമുണ്ടെങ്കിലേ നമുക്ക് എന്തുണ്ടെങ്കിലും അത് എൻജോയ് ചെയ്യാൻ പറ്റും. നമ്മൾ എവിടെ ഇരുന്നാലും നമ്മുടെ ആ ഒരു മനസ്സമാധാനം നിലനിർത്തണമെങ്കിൽ ശരിക്കും മനസ്സമാധാനം തരുന്നത് ഭക്തിയാണ്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, പരിശുദ്ധരായിട്ടുള്ള ഭക്തർക്ക് എത്ര വലിയ അസുഖമുണ്ടെങ്കിലും, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും, ജോലിയിലെ പ്രശ്നങ്ങളാണെങ്കിലും, സംഘർഷങ്ങളാണെങ്കിലും, ഓഫീസ് പൊളിറ്റിക്സ് ആണെങ്കിലും, അസുഖമാണെങ്കിലും, പക്ഷേ അവർക്ക് ഭക്തി ഉണ്ടെങ്കിൽ, ഞാൻ ശരണാഗതനാണ് എന്നുള്ളൊരു ബോധമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ആ ഒരു മനസ്സമാധാനമുണ്ടാകും. ആ ഹൃദയത്തിൽ ദേവത വസിക്കും, അവരുടെ ഇഷ്ടദേവത വസിക്കും. അതുപോലെ ഭഗവാന്റെ സ്ഥാനവും അവിടെ തന്നെയാണ്. എൻ്റെ ഭക്തരുടെ ഹൃദയത്തിലാണ് എൻ്റെ സ്ഥാനമെന്ന് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മുടെ മനസ്സ് അതുപോലെ പരിശുദ്ധമായിരിക്കാൻ, പ്രത്യേകിച്ച് ഷഡരിപുക്കളിൽ നിന്ന് മോചിതരായിട്ടിരിക്കാൻ നമുക്ക് കഴിയുന്നതും അതിന് ശ്രമിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ആചാരത്തെയും തെറ്റു പറയരുത്. ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള ഈശ്വരാരാധനയിൽ മിടുക്കന്മാർ തന്നെയാണ്. നമ്മളെല്ലാവരെയും ബഹുമാനിക്കുക. നിങ്ങളുടെ കുലദേവതയേക്കാൾ ശക്തി എൻ്റെ കുലദേവതയ്ക്കാണ്, നിങ്ങളുടെ എന്താ പറയുക, നിങ്ങൾ ശൈവരാണ്, ഞങ്ങൾ ശാക്തരാണ്, നിങ്ങൾ വൈഷ്ണവരാണ്, ഇങ്ങനെയുള്ള അടിപിടി നടത്താതെ എല്ലാവരും അവരവരുടേതായിട്ടുള്ള രീതിയിൽ ശരിയാണ്, ഇതെല്ലാം തത്വം ഒന്നാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കിതിൽ വ്യത്യാസമുണ്ടാവില്ല. നമുക്ക് ദേവീഭക്തരായിട്ടും ഭഗവാൻ ശ്രീകൃഷ്ണനെ പ്രകീർത്തിക്കുന്നതിലോ അദ്ദേഹത്തിൻ്റെ ഗുണഗാനങ്ങൾ പറയുന്നതിലോ യാതൊരു സങ്കോചവും ഉണ്ടാവില്ല. തത്വം ഒന്ന് തന്നെയാണ്. അതുപോലെ ഒരു ഭയവും ഉണ്ടാവില്ല. എന്ത് വിചാരിക്കും ഭഗവാൻ ശിവൻ, ഞാനാണല്ലോ ആദ്യം ഭക്തി പകർന്നു കൊടുത്തത്, അങ്ങനെയൊന്നും തോന്നില്ല. ഞാനിപ്പോഴും എല്ലാ വീഡിയോയുടെ അവസാനത്തിലും ഓം നമഃ ശിവായ എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം ജ്യോതിഷം എനിക്ക് വന്നത് ഭഗവാൻ ശിവനിലൂടെയാണ്. ഭഗവാൻ ശിവൻ്റെ ആരാധനയിലൂടെയാണ് എന്നിലേക്ക് ജ്യോതിഷം എത്തിച്ചേർന്നത്. ഭഗവാൻ ശിവൻ്റെ ആരാധന എന്നത് പരമമായിട്ടുള്ള വിഷ്ണു ഭക്തി, ശ്രീകൃഷ്ണ ഭക്തി തരും, പ്രേമഭക്തി തരും. നമ്മൾ ഭക്തിയെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കിതിൽ വ്യത്യാസമില്ലെന്നറിയാം. മാത്രമല്ല, പലപ്പോഴും നമ്മൾ കാണിക്കുന്ന ഒരു തെറ്റ് എന്നത് നമ്മുടെ ഇഷ്ടദൈവം ഇന്നതാണെന്ന് എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതും അങ്ങനെ പറയാതിരിക്കുക. നമ്മുടെ ഭക്തിയിൽ നമുക്കുണ്ടാവുന്ന അനുഭവങ്ങൾ, അതുപോലെ നമുക്കുണ്ടാവുന്ന ഒരു മാറ്റങ്ങൾ, നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ, ശരിക്കും അവർ തരുന്ന ദർശനങ്ങളും അവരുടെ ലോകത്തേക്കുള്ള നമ്മുടെ യാത്രയും പല അനുഭവങ്ങളും, ഇതൊന്നും ആരോടും പറയാതിരിക്കുക എന്നതാണ് ഒരു ഭക്തൻ ചെയ്യേണ്ടത്. നമ്മളെ കളിയാക്കിക്കോട്ടെ, നമ്മളെ എന്തും പറഞ്ഞോട്ടെ, പക്ഷെ നമുക്ക് ഉണ്ടാകുന്ന അനുഭവം, ആനന്ദം എന്നത് മറ്റുള്ളവരോട് അധികം പറയാതിരിക്കുക എന്നാണ്. അപ്പോൾ ഇതെല്ലാം മനസ്സിനെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ചന്ദ്രനെ പറ്റി ഞാൻ പറഞ്ഞു തരാൻ ശ്രമിച്ചത്, ഭക്തി ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ജാതകത്തിലെ ചന്ദ്രൻ എത്ര പാപഗ്രഹങ്ങളാൽ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും, 7 ശനിയാണെങ്കിലും ശനിയുടെ മഹാദശയാണെങ്കിലും ഒക്കെ നമുക്കതിനെ മറികടക്കാൻ കഴിയുന്നതാണ്. അതുകൂടാതെ ശനിയും ചന്ദ്രനൊക്കെ ഒരുമിച്ചുണ്ടാകുമ്പോഴാണ്, ഞാൻ നേരത്തെ ഒരു വിഷയോഗത്തെപ്പറ്റി ഒരു വീഡിയോ ഇട്ടിരുന്നു, എന്നാലും കൂടുതലായിട്ടും അവിടെയും നമ്മളെ ആ ഒരു ഡിപ്രഷനിലേക്ക് അല്ലെങ്കിൽ ഒരുപാട് ഓവർ തിങ്കിങ്ങിലേക്ക് പോകുന്നതിനെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതും ഭക്തിയിലൂടെ തന്നെയാണ്. ശരിക്കും ഭക്തി മറന്നു പോകരുത് എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അതായത് എല്ലാ ജന്മങ്ങളിലും നമ്മുടെ ഇഷ്ടദൈവത്തോട് പ്രാർത്ഥിക്കണം, എല്ലാ ജന്മങ്ങളിലും നിങ്ങളുടെ ഇഷ്ടദൈവത്തിൻ്റെ നാമങ്ങൾ എപ്പോഴും മനസ്സിലും നാവിലും ഉണ്ടായിരിക്കണമേ, ഒരിക്കലും മറക്കല്ലേ, എന്ത് മറന്നാലും അങ്ങയെ മറക്കല്ലേ എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം.
സദാസമയവും കൂടെ ഉണ്ടാകാൻ പറഞ്ഞുകൊണ്ടിരിക്കണം. കാരണം നമുക്ക് എന്ത് സംഭവിക്കും നാളെ എന്ന് നമുക്കറിയില്ല. പക്ഷേ നമുക്ക് ആ ഒരു സ്മരണ, ആ ഒരു പ്രൊട്ടക്ഷൻ ആവശ്യമാണ് എപ്പോഴും. കാരണം അതേ ഉള്ളൂ കൂടെ. അങ്ങോളം നമ്മുടെ കൂടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു പ്രേമഭക്തി മാത്രമാണ്. മറ്റെല്ലാം എന്തെങ്കിലും ആവശ്യത്തിനാണ് നിങ്ങളെ ആൾക്കാർക്ക് ആവശ്യം. നമ്മുടെ ജോലി സ്ഥലത്താണെങ്കിലും നമ്മുടെ മക്കൾക്കാണെങ്കിലും ആർക്കാണെങ്കിലും നമുക്ക് അങ്ങോട്ടൊന്നും കൊടുക്കാനില്ലെങ്കിൽ ആർക്കും നമ്മളെ വേണ്ട, എന്തെങ്കിലും കാര്യത്തിനായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ഇഷ്ടദൈവം ഉണ്ടായിരിക്കുക എന്നത്, കാരണം നമ്മൾ അവരെ നിസ്വാർത്ഥമായി സ്നേഹിച്ചു കഴിഞ്ഞാൽ, സദാസമയവും സ്മരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ ഒരു സ്നേഹം നമുക്കുണ്ടാവുന്നതാണ്, പ്രൊട്ടക്ഷൻ ഉണ്ടാവുന്നതാണ്. അതാണ് ഇഷ്ടദൈവം ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ ഈ കാര്യവും ബാധിക്കുന്നത് മനസ്സിനെ തന്നെയാണ്. അപ്പോൾ ഇതാണ് ചന്ദ്രൻ എന്ന് പറയുമ്പോൾ ആ ഭക്തിയെ നമുക്കൊരിക്കലും ഒഴിവാക്കാൻ കഴിയില്ല. അപ്പോൾ മറന്നുപോയ ഭക്തി, മുൻ ജന്മങ്ങളിൽ ഞാൻ ഭക്തനായിട്ടിരുന്നുവെങ്കിൽ ആ മറന്നുപോയ ഭക്തി എന്നെ വീണ്ടും ഓർമ്മിപ്പിക്കണേ എന്ന്. തീർച്ചയായിട്ടും 9ാം ഭാവത്തിൽ നീചസ്ഥനാണ് നിങ്ങളുടെ ചന്ദ്രനെങ്കിൽ തീർച്ചയായിട്ടും പാപഗ്രഹങ്ങളുടെ കൂടെ സ്വാധീനമുണ്ടെങ്കിൽ ഇത് തന്നെയാണ് പ്രാർത്ഥിക്കേണ്ടത്. ഭഗവത് ഭക്തി തരാനായിട്ട് ഏത് ക്ഷേത്രത്തിൽ പോയാലും പ്രാർത്ഥിക്കേണ്ടത് ഭക്തി തരാനായിട്ടാണ്. അപ്പോൾ കുറച്ചൊക്കെ ചന്ദ്രനെപ്പറ്റി കൂടാതെ ഭക്തിയെപ്പറ്റി പറഞ്ഞു തരാൻ ഈ വീഡിയോയിലൂടെ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങളെനിക്ക് തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. ജ്ഞാനം ആവശ്യമുള്ളവർക്ക് മാത്രം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ വീഡിയോ ഇതുവരെ കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഓം നമഃ ശിവായ.